ഓ പണ്ടാറക്കാരൻ എവിടെ നോക്കി എവിടെ എന്നെ കണ്ടാൽ എന്റെ പുറകെ വരുവാ. ഇപ്പൊ മുടിഞ്ഞു പോത്തുള്ളൂ ഓപ്പൻ. ഓ ആ തെണ്ടി ആ പിശാച് അവനെ ഇടിവെട്ടുന്നില്ലല്ലോ ഓപ്പൻ. നാസറേ നാസറേ എന്നെ കൊച്ചു പാപ്പ. എടാ നാസറേ എന്നെ ഇടിക്കാൻ വേണ്ടി ആ കില്ലർ മാറ്റി ഓടി വരുന്നുണ്ടോ. എടാ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് വിളിക്കണമല്ലോ. ഇങ്ങോട്ടിരുന്നോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ സ്കൂട്ടർ വന്ന് അങ്ങോട്ട് പോകാം. ഒരു കാറ് വന്ന് അതിൽ കയറി അങ്ങോട്ട് പോയി. ആ നാറി എൻ്റെ കൈ കെട്ടിയ ഇടിച്ചതിൻ്റെ പരിപ്പളക്കം ഞാൻ നിനക്കും കിട്ടും പന്നി, ഓർത്തോ. അതിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യാത്ത നിന്റെ ഭാഗ്യം. അതാ ഞാൻ അവൻ്റെ പെങ്ങളുടെ പുറകെ നടന്നെന്നുള്ളത് നേരാ പണ്ട്. അതിനെ കെട്ടിച്ചും വിട്ടു, അത് അമ്മൂമ്മയായി. ഈ പേരും പറഞ്ഞ ആ പന്നനാറി എൻ്റെ പുറകെ നടന്നതിനെ ഇടിക്കാൻ നടക്കുക നീ. ഓ അത് മിത്തായിരുന്നു. അത് മിത്തായിരുന്നല്ലേ. ഓ എൻ്റെ മിത്തേ, നീ എന്ത് കുന്തം ആലോചിച്ചോണ്ടിരിക്കടാ? മിത്തിനെ ആലോചിച്ചോണ്ടിരിക്കുമായിരിക്കും അല്ലേ കൊച്ചു കള്ളൻ. ഈ കില്ലർ മാർട്ടിന് ഇടയിൽ നിന്നും അച്ചായന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരാൾ വിചാരിച്ചാലേ പറ്റും. അതാരാ? അടിത്തട്ട ഇട്ടിരിക്കും. അതിന് ഓരോ അറ്റംപ്റ്റിനും ക്യാഷ് കൊടുക്കേണ്ടി വരും. അതൊന്നും പ്രശ്നമല്ല, എത്ര വേണേലും കൊടുക്കാം. പക്ഷേ ഇടി കൊള്ളും. അന്നവാ ഈ കില്ലർ മാറ്റിയുടെ ഇടിയിൽ നിന്ന് ഞാൻ എത്രയോ പേരെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാവൂ. ഇനി കില്ലർ മാറ്റി ഇടിക്കാൻ വരുമ്പം എൻ്റെ മൊബൈൽ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി. സ്പോട്ടിൽ ഞാൻ കാണും. ഓക്കെ. കാശിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ല ഉണ്ട്. കാശിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? വേണം കേട്ടോ. ഞാൻ കൊച്ചിപ്പാപ്പനാ. എടാ ആ കില്ലർ മാർട്ടിനെ എന്നെ ഇടിക്കാൻ വേണ്ടി ഓടിച്ചോണ്ടിരിക്കാന്നേ. ഇത് ഞാൻ ആ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ആ പറമ്പില്ലേ, ആ പറമ്പിലുണ്ട് അവിടെ. എൻ്റെ അമ്മോ കില്ലർ മാർട്ടി. ഞാനിവിടെ കാണുമെന്ന് എനിക്കറിയാം. വാടാ ഇങ്ങോട്ട് വാടാ. വാ ഉണ്ടടിച്ചിട്രാ. കുണ്ടെ കാണുമ്പോൾ ബഹുമാനം വേണ്ടാടാ. എടാ നീ എവിടെ ഒളിച്ചാലും ഈ കില്ലർ പിടിക്കും, മനസ്സിലായോ? കില്ലറെ നിന്റെ ഇടി തടുക്കാൻ അടിതടലേക്ക് വന്നടാ. ആഹാ അത്രയ്ക്കായോ? അടിത്തട രഘു, ചാമ്പിക്കോടാ ചാമ്പിക്കോ. വാടാ വാടാ വാ വാ ചാമ്പിക്കോ. എന്നാ പിടിച്ചടാ. അമ്മേ വേണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആ കടയില്ലടാ. എടാ നീ എന്റെ ബോസിനെ തല്ലിയല്ലേടാ?